Hi everyone. Today I am talking about a new chapter in 11th standard zoology, the animal kingdom. The first chapter is living world, and two videos I have sent in this first chapter, that is the living world part 1 and part 2. ആ രണ്ട് പാർട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, and I hope you learnt it. And you learnt well about classification. What is the importance of classification? അല്ലേ, ക്ലാസിഫിക്കേഷൻ്റെ പ്രാധാന്യം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആനിമൽസിനെയോ അല്ലെങ്കിൽ ലിവിങ് വേൾഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് യു ലേൺഡ് അബൌട്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇതൊക്കെ നിങ്ങൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞു. സയൻറ്റിഫിക് നെയിമൊക്കെ നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഈ പാഠഭാഗത്തിൽ ദ ആനിമൽ കിങ്ഡം എന്ന ഈ പാഠഭാഗത്തിൽ നിങ്ങൾ യു ആർ ലേണിംഗ് വെൽ അബൌട്ട് all the animals or all the animal phyla, different phyla, class and different species of animals you are going to learn here. Clear? അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് നമുക്കൊന്ന് ഒരു റീകോൾ നടത്തണം. 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അബൌട്ട് അരിസ്റ്റോട്ടിൽ. He introduced classification. He tried to classify living organisms, I mean plants, into herbs, shrubs, trees. ഇതൊക്കെ കേട്ടിട്ടില്ലേ? Then later Carolus Linnaeus classified the living world into kingdom Plantae and kingdom Animalia. Plants, animals എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരുന്നു. Later in 1969 Robert H. Whittaker, he introduced 5 kingdom classification. ഇതും നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് അല്ലേ? Which were the 5 different kingdoms introduced by R.H. Whittaker? R.H. Whittaker classify ചെയ്ത 5 kingdoms എന്തൊക്കെയായിരുന്നു? Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae and Kingdom Animalia. ഇതിൽ ഒന്നാമത്തെ കിങ്ഡം പറഞ്ഞിരിക്കുന്ന കിങ്ഡം മൊനീറ, അതൊരു പ്രോകാരിയോട്ടിക് സെല്ലാണ് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസമാണ്. The other 4 kingdoms, that is Kingdom Protista, Fungi, Plantae, Animalia, ഇതൊക്കെ യൂക്കാരിയോട്ടിക്കാണ്. എന്താണ് ഈ പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് എന്ന് പറയുന്നതിലുള്ള വ്യത്യാസം? പ്രോകാരിയോട്ടിക് സെൽ, യൂക്കാരിയോട്ടിക് സെൽ, എന്താ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ആൻഡ് യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അതിലെന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. പ്രിമിറ്റീവ് അല്ലേ? പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ പ്രോകാരിയോട്ടിക് സെല്ല് ലെസ് അഡ്വാൻസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ പോലത്തെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ ബിലോങ് ടു കിങ്ഡം മൊനീറ. ഇവിടെ ഒരു ബാക്ടീരിയൽ സെല്ലും ഒരു യൂക്കാരിയോട്ടിക് സെല്ലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്താ അതിൻ്റെ വ്യത്യാസം? ബാക്ടീരിയ പ്രോകാരിയോട്ടിക് ആണ്. യു സീ ദ ന്യൂക്ലിയസ്, ക്രോമോസോം, ഇസ് ഇറ്റ് എൻവലപ്ഡ് വിത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ? ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൽ നിങ്ങൾക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ കാണുന്നുണ്ടോ? ഇല്ല, ന്യൂക്ലിയസ് എന്ന് പറയുന്ന പാർട്ടില്ല. ബട്ട് ക്രോമോസോം ഇസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ദ സൈറ്റോപ്ലാസം. അതൊരു പ്രോട്ടീൻ വെച്ച് കണ്ടൻസ് ചെയ്ത് സെൻട്രലി ഓൾമോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂക്കാരിയോട്ടിക് സെൽ, ഒരു യൂക്കാരിയോട്ടിക് സെൽ ഒന്ന് നോക്കിയേ. അവിടെ എന്താണ്? നമ്മുടെ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് അല്ലെ ക്രോമോസോം, അത് ന്യൂക്ലിയസിനകത്താണ് നിൽക്കുന്നത്. അതായത് ഒരു ന്യൂക്ലിയർ എൻവലപ്പ് കാണുന്നുണ്ട്. അതാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലും യൂക്കാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം നിങ്ങളിപ്പോൾ അറിയേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ബോട്ടണി ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. So let us come back to this 5 kingdom classification by R.H. Whittaker in 1969. He classified the living world into 5 kingdoms. Once again, എന്തൊക്കെയായിരുന്നു? കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമാലിയ. And this kingdom Animalia or animal kingdom is the largest kingdom and it consists of all the animals in this biosphere. ഈ ഭൂലോകത്ത് കാണുന്ന എല്ലാ ജന്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിങ്ഡം ആനിമാലിയ. ഈ കിങ്ഡം ആനിമാലിയനെ നമ്മൾ പലതരത്തിലാണ് ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ബേസിസ്, ഓൺ സർട്ടൻ ബേസിസ്, ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നീക്കം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജന്തുലോകത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ സെല്ലുലാർ പാറ്റേൺ ഓർ ബോഡി അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് സബ് ടോപ്പിക്കിൽ പഠിക്കാം. അതിനു മുൻപ് ഇവരുടെ ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്ററ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. Let us classify animals based on their habitat first. എന്താണ് ഈ ഹാബിറ്ററ്റ്? വാട്ട് ഈസ് എ ഹാബിറ്ററ്റ്? Habitat is an area or surrounding in which an organism lives.
ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുക. ഹാബിറ്റാറ്റിൻ്റെ അടിസ്ഥാനത്തിലും ബേസിസിലും നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. On the basis of habitat, animals are classified into aquatic animals and terrestrial animals. Aquatic animals എല്ലാവർക്കും അറിയാം അല്ലേ? Animals which live in water. Terrestrial animals, animals which live on land. Aquatic animals, that is the animals living in water, can be again classified into different types. They are zooplanktons. Zooplanktons, they are pelagic, weak animals which move along with the water current. വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പെലാജിക് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള വെരി മൈന്യൂട്ട് ഓർഗാനിസംസ് ആണ്. യൂഷ്വലി ദേ മൂവ് അലോങ് വിത്ത് ദ വാട്ടർ കറൻസ്. വെള്ളത്തിൻ്റെ ചലനത്തോടൊപ്പമാണ് അവർ നീങ്ങി പോകുന്നത്. അവരെ നമ്മൾക്ക് എന്ത് വിളിക്കാം? സൂപ്ലാങ്ക്ടൺസ്. ദ അതർ വൺ ഇസ് ന്യൂസ്റ്റോൺ. ന്യൂസ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ബിഗർ ആനിമൽസ്, കുറച്ചുകൂടെ വലിയ ആനിമൽസ് ആണ്. ആൻഡ് they can be seen floating on the water body. വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിന് കുറച്ചൊന്ന് നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും, ഒഴുകി പോകുന്നതൊക്കെ കാണാം. ഇത്തരത്തിലുള്ള ന്യൂസ്റ്റോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിൽ ഇൻക്ലൂഡഡ് ആണ് ഫൈസാലിയ, ജെല്ലി ഫിഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ന്യൂസ്റ്റോൺ വെറൈറ്റിയിൽ പെട്ടതാണ്. നെക്സ്റ്റ് വൺ ഇസ് നെക്ടോൺ. നെക്ടോൺസ് ആർ ആക്റ്റീവ് സ്വിമ്മേഴ്സ്. മത്സ്യം, മീൻ, ഫിഷ്, it is an active swimmer. Similarly, cuttlefish. Cuttlefish എന്ന് കേട്ടിട്ടുണ്ടോ? Cuttlefish എന്ന് പറഞ്ഞാൽ സെപ്പിയ, കൂന്തൽ, കണവ, ഇതൊക്കെ ആക്റ്റീവ് സ്വിമ്മേഴ്സ് ആണ്. They come under nekton. And the last one is benthon. Benthon എന്ന് പറഞ്ഞാൽ ബെന്തിക്ക എന്നൊക്കെ പറയുമ്പോൾ ഡീപ് സീ അല്ലെങ്കിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ വാട്ടർ, വെള്ളത്തിൻ്റെ അടിവശത്ത് കാണുന്ന, അടിയിൽ താമസിക്കുന്ന ജീവജാലങ്ങളെ, അക്വാട്ടിക് ഓർഗാനിസത്തിന് ബെന്തോൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർഫിഷ്. അപ്പോൾ aquatic animals are classified into zooplanktons, ന്യൂസ്റ്റോൺ, നെക്ടോൺ ആൻഡ് ബെൻതോൺ. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷേ ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് ആവശ്യം വന്നെങ്കിൽ മാത്രമല്ല, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പഠിക്കുമ്പോൾ, ആനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഹാബിറ്ററ്റും ഹാബിറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Now we can see terrestrial animals. എങ്ങനെയാണ് ഈ ടെറസ്ട്രിയൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാലോ. ഫസ്റ്റ് വൺ ഇസ് ആർബോറിയൽ. ടെറസ്ട്രിയൽ ആനിമൽസ് they live on land. അതിൽ ആർബോറിയലിന് എക്സാമ്പിൾ മങ്കിയാണ്. അവരുടെ പ്രത്യേകത എന്താ? മരം ചാടി നടക്കുന്നത് അല്ലേ? മരത്തിലാണ് അവർ ചാടി ജീവിക്കുന്നത്. ചാടി കളിക്കുന്നതും അവർ ജീവിക്കുന്നതൊക്കെ മരക്കൊമ്പുകളിലാണ്. സോ വി കോൾ ഇറ്റ് ആസ് ആർബോറിയൽ ആനിമൽസ്. Then aerial animals or flight animals. ഫ്ലൈ ചെയ്യുന്ന ആനിമൽസ് ആരൊക്കെയാണ്? ബേർഡ്സ്, പക്ഷികൾ അല്ലെ, ഇൻസെക്ട്സ്, ഇതൊക്കെ ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നത് തന്നെ. അവരെ ഫ്ലൈയിങ് ആനിമൽസ്, വി ക്യാൻ സേ ഫ്ലൈയിങ് ആനിമൽസ്. ദെൻ കേവ് ഡ്വല്ലേഴ്സ്. കേവ് ഡ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ കേവ്, ഗുഹക്കുള്ളിൽ താമസിക്കുന്ന ജീവികളുണ്ട്. അവരെ എന്താ വിളിക്കുക? കേവ് ഡ്വല്ലേഴ്സ്. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ആർബോറിയൽ ആനിമൽസ്, ദെൻ ഫ്ലൈറ്റ് ആനിമൽസ്, then cave dwellers, cursorial animals. What do you mean by cursorial? Fast runners. വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന ജീവജാലങ്ങളെ, ആനിമൽസിനെ നമ്മൾ cursorial എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ റാബിറ്റ് ഒരു cursorial ആണ്. Cursorial animals include rabbit. The other type of terrestrial animal include fossorial. Fossorial animals, they live in burrows. മാളത്തിൽ ജീവിക്കുന്ന സ്നേക്ക് അല്ലേ? സ്നേക്ക് is a fossorial animal. Then diurnal animals. Diurnal, day. They are active during daytime. Animals active during daytime. Nocturnal animals. Animals which are active during night time. രാത്രികാലങ്ങളിൽ അല്ലെ സന്ധ്യാവേളയിൽ രാത്രികാലങ്ങളിൽ ആക്റ്റീവായ ആനിമൽസിനെയാണ് നമ്മൾ വിളിക്കുന്നത് nocturnal. Other type is auroral animals. They are active during dawn. Dawn എന്ന് പറഞ്ഞാൽ എന്താ? പുലർച്ചെയൊക്കെ ആക്റ്റീവായിരിക്കുന്ന ആനിമൽസിനെ നമ്മൾ auroral എന്ന് വിളിക്കുന്നു. ആൻഡ് the animals which are active during evening or dusk. ഡോണിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡസ്ക് ആണ്. പുലർക്കാലം,
സന്ധ്യാസമയം അല്ലേ. ഇപ്പം ഡസ്ക് അതായത് ഈവനിങ്സിൽ ആക്റ്റീവായ ആനിമൽസും ഉണ്ട്. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ചില ആനിമൽസ് ആക്റ്റീവാണ്. അവരെയും മറ്റൊരു കാറ്റഗറിയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. So such animals which are active during dusk or in the evenings are called as vespertine. Some animals are very active during dawn and dusk. പുലർക്കാലത്തും സന്ധ്യാവേളയിലും ആക്റ്റീവായിട്ടുള്ള ആനിമൽസ് ഉണ്ട്. We call it as crepuscular. അവരെന്താ വിളിക്കുന്നത്? crepuscular. Animals which are active during dawn and dusk are called crepuscular. Some animals like a lizard, you can see they climb on walls. ചുമരിൻ്റെ മേലെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന കാണാലോ. Such animals are called as scansorial animals. They are called as scansorial. ഇങ്ങനെ ആനിമൽസിൻ്റെ ഹാബിറ്ററ്റിനനുസരിച്ച് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശീലം. ചില ജീവജാലങ്ങളുടെ ശീലങ്ങൾ, ജീവിതശൈലി, അതിനനുസരിച്ച് വി കോൾ ഹാബിറ്റ്സ്. ഹാബിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലും ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സം ആർ ഫ്രീ ലിവിങ്. ഫ്രീ ലിവിങ് വെച്ചാൽ തനിയെ സ്വന്തമായി ഭക്ഷണമൊക്കെ ശേഖരിച്ച് ജീവിക്കുന്നു. ബട്ട് സം ആർ പാരസിറ്റിക്. പാരസൈറ്റ്സ് എന്ന് പഠിച്ചിട്ടില്ലേ? ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് ഫോർ ഇറ്റ്സ് ഫുഡ് ആൻഡ് ഫീഡിങ് ഓർ ആസ് വെൽ ആസ് ഷെൽട്ടർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിലുള്ള ഒരു എക്ടോ പാരസൈറ്റാണ് ഹെഡ് ലൗസ്, തലയിൽ കാണുന്ന പെയിന്. ഒരു എൻഡോ പാരസൈറ്റാണ് വേം, കൃമിയൊക്കെ ഇല്ലേ, അതൊരു ശരീരത്തിനകത്ത് താമസിക്കുന്ന ഒരു പാരസൈറ്റാണ്. അതുകൊണ്ട് എൻഡോ പാരസൈറ്റ്. ശരീരത്തിന് പുറത്ത് താമസിക്കുന്ന പാരസൈറ്റിനെ എന്ത് വിളിക്കും? എക്ടോ പാരസൈറ്റ്, പരാതം. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പരാതം. അപ്പോൾ ഫ്രീ ലിവിങ് ആനിമൽസും ഉണ്ട്, ചിലർ പാരസിറ്റിക് ലൈഫും. ചിലത് സിംഗിൾ ആയിട്ട് താമസിക്കും, ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ചില ആനിമൽസ് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലർ ഗ്രിഗേറിയസ് ആണ്, ഫോണ്ട് ഓഫ് കമ്പനീസ്, കമ്പനി ഫോം ചെയ്ത് കൂട്ടത്തോടെ എപ്പോഴും സഞ്ചരിക്കുക, ഇങ്ങനെയൊക്കെ. അത് ഗ്രിഗേറിയസ് എന്ന് പറയും. ചിലത് സോളിറ്ററിയാണ്. സോളിറ്ററി എന്ന് പറയുന്നതും സിംഗിൾ എന്ന് പറയുന്നതും ചെറിയ വ്യത്യാസമുണ്ട്. സോളിറ്ററി എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിന് ഒരു ബെനിഫിറ്റ്സും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാതെ ജീവിക്കുന്ന സോളിറ്ററി ആനിമൽസ് ഉണ്ട്. അതേ സമയത്ത് കൊളോണിയൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഹണി ബി ഇസ് എ കൊളോണിയൽ ആനിമൽ. ഹണി ബി, തേനീച്ച. ആ കോളനിയുടെ എന്താ, അവർ ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് അവിടെ കാണുന്നുണ്ട് അല്ലേ? പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ജീവജാലങ്ങളെ കൊളോണിയൽ എന്ന് പറയാം. Based on habits and habitats, animals are classified. Again, based on feeding habit, ഭക്ഷിക്കുന്ന രീതിക്കനുസരിച്ച്, ഭക്ഷണം കഴിക്കുന്ന രീതിക്കനുസരിച്ച്. Some animals feed on blood. For example, leech, അട്ട കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ അട്ടയുടെ ഭക്ഷണം എന്താണ്? They feed on blood. Such animals are called as sanguivore. Animals which feed on blood are called as sanguivore. എന്നാൽ നമ്മുടെ ചില ജീവജാലങ്ങൾ ഇത് ഫീക്കൽ മാറ്റർ കഴിക്കുന്നുണ്ട്. വൺസ് ഓൺ ഫീക്കൽ മാറ്റർ കഴിക്കുന്നു. കോപ്രോഫേഗസ്. സ്വന്തം ഫീക്കൽ മാറ്റർ കഴിക്കുന്ന ജീവജാലങ്ങളെ എന്ത് വിളിക്കാം? കോപ്രോഫേഗസ്. എന്നാൽ ചില ജീവജാലങ്ങൾ ഡങ് കഴിക്കും. അതായത് പശുവിൻ്റെ കൗ ഡങ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാഷ്ടം, ഇതൊക്കെ ഭക്ഷിക്കുന്ന ചില ജീവജാലം. ഫോർ എക്സാമ്പിൾ, പിഗ്. അവരെ എന്ത് വിളിക്കാം? കോപ്രോസോയിക്. അവരെന്താ വിളിക്കുന്നത്? കോപ്രോസോയിക്. കോപ്രോഫേഗസ് റാബിറ്റ്, കോപ്രോസോയിക് പിഗാണ്. എന്നാൽ സാപ്രോസോയിക് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ലോവർ ക്ലാസ് 8th 9th ക്ലാസ്സസിൽ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക് മാറ്റർ ഫീഡ് ചെയ്യുന്ന, അതായത് മണ്ണിനകത്തൊക്കെ ചീഞ്ഞടിഞ്ഞ ഡബ്രിസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഫീഡ് ചെയ്യുന്ന ജീവജാലങ്ങളെ സാപ്രോസോയിക് എന്ന് വിളിക്കാം. മഷ്റൂം, കൂണ്, മണ്ണിനകത്ത് ചീഞ്ഞടിഞ്ഞ് ആ സത്ത് വലിച്ചെടുത്തല്ലേ ജീവിക്കുന്നത്. ഇത് സാപ്രോസോയിക്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? സാങ്ക്യുവോർ, സാപ്രോസോയിക്, കോപ്രോഫേഗസ്, കോപ്രോസോയിക്. ഇതൊക്കെ ഫീഡിങ് ഹാബിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. സോ hereafter we can classify living organisms based on their cellular or structural body pattern. എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസത്തെ, അതിൻ്റെ ആനിമൽസിനെ എങ്ങനെയാണ് അവരുടെ ബോഡി പാറ്റേണിനോ അല്ലെങ്കിൽ ബോഡി അറേഞ്ച്മെൻറ്റ്, സെല്ലുലാർ പാറ്റേൺ, സെൽ സ്ട്രക്ചർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ.
let us see the basis of animal classification. First one is level of organization. Under this, we can see cellular level, tissue level, organ level and organ system level of organization. Cellular level, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. That animal or organism is called sponge. It is an aquatic animal, sponge. Here, the body is made up of cell aggregation. Cells ചേർത്ത് വെച്ച് അസംബിൾ ചെയ്തിട്ടാണ് ഒരു ബോഡി ഉണ്ടായിരിക്കുന്നത്. They live in colony. കൂട്ടത്തോടെ ജീവിക്കുന്നതാണ് ഈ ആനിമൽസ്. അക്വാട്ടിക് ആണ്. Then they are fixed. വളരെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ ബോഡി. And the sponge, here the body is built by cell aggregation. Cells ചേർത്ത് വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. Two types of cells you can see here. One is choanocyte, other one is pinacocytes. Choanocytes-ഉം pinacocytes എന്ന് പറയുന്ന സെൽസ് ചേർത്ത് വെച്ചിട്ടാണ് സ്പോഞ്ചിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ സോ മെനി പോർസ് അപ്പോൺ ഇറ്റ്. ഏറ്റവും മുകളിൽ കാണുന്ന മൗത്തിന് തുല്യമായിട്ടുള്ള പോറിനെ ഓസ്കുലം എന്ന് വിളിക്കും. ബോഡിയുടെ സൈഡ്സിൽ കാണുന്ന പോർസ്, ദ്വാരങ്ങളെ നമ്മൾ ഓസ്റ്റിയ എന്ന് വിളിക്കും. ഈ ബോഡിക്കുള്ളിൽ ഓസ്കുലത്തിലൂടെ വെള്ളം ഫ്ലഷിൻ ചെയ്ത് അത് സർക്കുലേറ്റ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ പുറത്തേക്ക് പോവാണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം, നമുക്ക് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം അല്ലേ ഉള്ളത്. ഇവിടെ വാട്ടർ കറൻറ്റിലൂടെയാണ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ് എക്സ്ചേഞ്ചും റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചും ഒക്കെ നടക്കുന്നത്. ഹിയർ വി സി cellular level of organization. The next type of level of organization you see tissue level of organization, which is seen in Hydra. Hydraയിൽ സെൽസ് കൂടി ചേർന്നാൽ ടിഷ്യൂസ് ആണെന്ന് പഠിച്ചല്ലോ അല്ലേ. എ ക്ലസ്റ്റർ ഓഫ് സെൽസ് മേക്ക് എ ടിഷ്യൂ ആൻഡ് ടിഷ്യൂ ഡു എ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹൈഡ്രയിൽ ടെൻറ്റക്കിൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മൗത്ത് ലൈക്ക് പാർട്ട് വി കോൾ ഹൈപ്പോസ്റ്റോം. ഇതൊക്കെ സെൽസ് ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്ന ഒരു ഓർഗാനിസാണ് ഹൈഡ്ര. ദ അതർ ടൈപ്പ് ഓഫ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഓർഗൻ ലെവൽ. ടിഷ്യൂസ് കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്നത് ഓർഗൻസ് ആണ്, അവയവങ്ങൾ. ഇങ്ങനെ അവയവങ്ങൾ കാണുന്ന, അതായത് ഫോർ എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിൻത്ത് എടുക്കാലോ. അതിൽ ഒരു ഫ്ലാറ്റ് വേമാണ് പ്ലനേരിയ. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്ലനേരിയ ഒരു ഫ്ലാറ്റ് വേമാണ്. ഐ സ്പോട്ടാണ് അതിൻ്റെ സെൻസറി ഓർഗൻ എന്നൊക്കെ നിങ്ങൾ 10th ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു ജീവിയാണ് പ്ലനേരിയ. ഈ പ്ലനേരിയയിൽ നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് എൻ ഐ, ഈവൻ ദെൻ ഹെഡ് ലൈക്ക് ഓർഗൻ ഇസ് ദിയർ, സെൻസറി ഓർഗൻ ഇസ് ദിയർ. അതുകൊണ്ട് ഇൻ പ്ലനേരിയ യു ക്യാൻ സീ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദ ലാസ്റ്റ് തിങ് ഇസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗൻസ് ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ നോക്കാം. നമുക്ക് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടല്ലോ. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇറ്റ് ബിഗിൻസ് വിത്ത് മൗത്ത് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ആനസ്. മൗത്തിൽ തുടങ്ങി ആനസിൽ അവസാനിക്കുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ. മൗത്ത് ഒരു ഓർഗനാണ്, ഈസോഫേഗസ് ഒരു ഓർഗനാണ്, സ്റ്റൊമക് ഓർഗനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ദെൻ റെക്ടം ആൻഡ് ആനസ്. ഈ ഓർഗൻസ് ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ഓർഗൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒരുവിധം എല്ലാ ഹയർ ഓർഗാനിസത്തിലും നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഹയർ ഓർഗാനിസത്തിലും. അപ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എക്സാമ്പിൾ സ്പോഞ്ച്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എക്സാമ്പിൾ ഹൈഡ്ര. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എക്സാമ്പിൾ പ്ലനേരിയ. ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, all higher animals including man. The next basis of classification is blood vascular system. Blood vascular system in animals, there are two different types of blood vascular system seen. One is open vascular system and closed blood vascular system. Open എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചാനലാണ് കാണുന്നത്, ഒരു ചാല് പോലെ. ഇതിനൊറ്റ എക്സാമ്പിൾ എനിക്ക് നിങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഡ്രെയിനേജിലൂടെ വിടുന്ന വെള്ളം നമ്മളൊരു ഓവുചാല്, അതായത് ഒരു മണ്ണിൽ നമ്മൾ ചാല് കീറി കൊടുത്ത് പോവുകയാണ്, മണ്ണിലൂടെ ഒഴുകി പോകുന്നു. അതിന് പകരം നിങ്ങളൊരു PVC പൈപ്പ് ഇട്ട് പോകുകയാണ്. ഏതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് പോവുക, എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നത് ഏതാണ്? എഫിക്കസി ഏറ്റവും കൂടുതൽ ഏതിനാണ്? ത്രൂ എ ട്യൂബ് അല്ലേ. ഒരു PVC പൈപ്പിലൂടെ പോകുമ്പോൾ അത് എഫിഷ്യൻ്റ് ആണ്.
അതുപോലെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ഒരു ട്യൂബിലൂടെ പോവാണ്, അല്ലെ ചാനലിലൂടെ ഒരു ട്യൂബിലൂടെ പോകുമ്പം ഇറ്റ് ഈസ് ഫാസ്റ്റ്, ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. അപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ് എന്താണ്? ബ്ലഡാണ്. ബ്ലഡ് ഏതിലൂടെയാണ് ഒഴുകുന്നത്? ബ്ലഡ് വെസൽസിലൂടെ, അല്ലേ? കാപ്പിലറീസ്, ദെൻ വെയിൻ, ഇതൊക്കെ ബ്ലഡ് വെസൽസ് ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ 10th. അപ്പോൾ ഈ ബ്ലഡ് വെസലിലൂടെ ഒഴുകുന്നതുകൊണ്ട് ഇത് ഫാസ്റ്റാണ്, ആക്യുറേറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. എന്നാൽ ലോവർ ആനിമൽസ് ലൈക്ക് ഇൻസെക്ട്സിൻ്റെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നത് ഒരു ചാലിലൂടെയാണ്. So the body fluid is bathed or it touches the cells and tissues. ഈ ബോഡി ഫ്ലൂയിഡിൽ സെൽസും ടിഷ്യൂസും ബേത്ത് ചെയ്ത് കിടക്കുകയാണ്, നനഞ്ഞു കിടക്കുകയാണ്. ഒരു ചാലിലൂടെയല്ലേ ഒഴുകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഡ്രെയിനേജ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന മണ്ണിലൂടെ ഒരു ചാല് കയറുകയാണ്, മണ്ണിനെയും കല്ലിനെയും ഒക്കെ തടവിക്കൊണ്ടല്ലേ ആ വെള്ളം ഒഴുകി പോകുന്നത്. എന്നാൽ അതൊരു ട്യൂബിലൂടെ പോവുകയാണെങ്കിലോ അത് ടച്ച് ചെയ്യുന്നുണ്ടോ മണ്ണിനെയും കല്ലിനെയും ഒക്കെ? ഇല്ല. ഇവിടെ അതേ ഡിഫറൻസ് ആണ്. ഇൻസെക്ട്സിന് ബോഡി ഫ്ലൂയിഡ് ഒഴുകുന്നത് ഈ സെൽസിനെയും ടിഷ്യൂസിനെയും ഒക്കെ തഴുകിക്കൊണ്ടാണ്. അതായത് ദർ ഇസ് നോ പർട്ടിക്കുലർ ട്യൂബ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. വി കോൾ ഇറ്റ് ആസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, which is in example in insects we see it. In higher animals including man, the blood flows through blood vessels. So it is more efficient and perfect and accurate and fast. അതാ വ്യത്യാസം. അപ്പം ബ്ലഡ് വെസലിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൻ്റെ രീതിക്കനുസരിച്ച്, ഘടനയ്ക്കനുസരിച്ച് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ദ അതർ ടൈപ്പ് ഓഫ് basis of classification is symmetry. Symmetry is the arrangement of organs on a particular axis. ഒരു പ്രത്യേക ആക്സസിൽ എങ്ങനെയാണ് അവയവങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമെട്രി. On the basis of symmetry, animals are classified into 3 types: asymmetrical, bilaterally symmetrical and radially symmetrical. Asymmetrical, ആ വേർഡിൽ നിന്ന് തന്നെ പറയുന്നത് ദർ ഇസ് നോ സിമെട്രി. ഒരു സിമെട്രി ഇല്ല. സിമെട്രി ഇല്ലാത്ത ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു ജീവിനെ നമുക്ക് പറയാൻ പറ്റുമോ? ആനിമൽസ് എന്താണത്? എക്സാമ്പിൾ അമീബക്ക് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ബോഡി മൂവ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഇങ്ങനെ അത് മൂവ് ചെയ്യാണ്. സോ ദ ബോഡി പാറ്റേൺ ഇസ് അണ്ടർഗോയിങ് ഓർ ഷേപ്പ് ഇസ് ഓൾവേസ് അണ്ടർഗോൺ ചേഞ്ച്. ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻ യു ഡിവൈഡ് ദ ബോഡി ഇൻ ടു 2 equal halves? No, there is no particular shape for amoeba. So its body is asymmetrical. For asymmetrical body, animal with a asymmetrical body is amoeba. In starfish കണ്ടിട്ടുണ്ടോ? See the screen here. Starfish കാണാത്തവരില്ല എന്ന് എനിക്കറിയാം. The body can be cut into 2 equal halves by a plane passing through the center at any axis. ഏത് ആക്സസിൽ കൂടെ ബോഡീനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോഡീനെ 2ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ പ്ലെയിൻ ഷുഡ് പാസ് ത്രൂ ദി സെൻറ്റർ. നടുവിലൂടെ അത് പാസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ എങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടും. ദാറ്റ് ഈസ് റേഡിയലി സിമെട്രിക്കൽ. ആൻഡ് തിങ്ക് ഓഫ് ഇൻസെക്ട്, ബട്ടർഫ്ലൈ, ഓർ തിങ്ക് ഓഫ് our body. You can cut the body into 2 equal half by a line passing through the middle. നടുവിലൂടെ ഒരു ലൈന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ് കിട്ടും, അല്ലേ? അല്ല, ഈക്വൽ ഹാഫ് കിട്ടുന്നില്ല, നമുക്ക് പറ്റും. 2 കൈ. ദ പ്ലെയിൻ പാസിങ് ത്രൂ ദി സെൻറ്റർ. ദിസ് ഇസ് ബൈലാറ്ററലി സിമെട്രിക്കൽ. അപ്പോൾ ഇതിനാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്നത്. സിമെട്രിയുടെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ 3ആയി തരംതിരിച്ച് അസിമെട്രിക്കൽ ആനിമൽസ്, റേഡിയലി സിമെട്രിക്കൽ ആനിമൽസ് ആൻഡ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആനിമൽസ്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി അടുത്ത ബേസിസിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ആൻഡ് സിമെട്രി. ദ നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ബോഡി പ്ലാൻ. ബോഡി പ്ലാൻ എന്ന് പറയുമ്പോൾ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആൻഡ് ട്യൂബ് വിതിൻ എ ട്യൂബ് പ്ലാൻ. ഇങ്ങനെ 3 ബോഡി പ്ലാൻസ് ആണ് ആനിമൽസിൽ സാധാരണയായി കാണുന്നത്. സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാനിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. സ്പോഞ്ചിൽ ഇറ്റ്സ് ബോഡി ഇസ് അറേഞ്ച്ഡ് ബൈ എ കളക്ഷൻ ഓഫ് സെൽസ്. നമ്മൾ പഠിച്ചു ഗൈനോസൈറ്റ്സ് ആൻഡ് പിനാക്കോസൈറ്റ്സ്. അങ്ങനെ സെല്ലിൻ്റെ അഗ്രിഗേഷൻ
ചേർത്ത് വെച്ചിരിക്കുന്ന സെൽസ് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബോഡി പ്ലാൻ ആണ് സ്പോഞ്ചിന്. ദാറ്റ് ഇസ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ. The other type is blind sac body plan. ബ്ലൈൻഡ് സാക്ക്. സാക്ക് എന്ന് പറയുമ്പോൾ എന്താ? ചാക്ക്, അല്ലെങ്കിൽ നമ്മളൊരു സഞ്ചി എന്ന് പറയാം അല്ലേ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ. ഇപ്പോൾ ഒരു ഹൈഡ്ര എക്സാമ്പിൾ ആയിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു മൗത്തിന് പകരം ഇവിടെ നമ്മൾ എന്താ വിളിച്ചത്? ഹൈപ്പോസ്റ്റോം. അവിടെ സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. എന്നിട്ട് ഈ സിംഗിൾ ഓപ്പണിംഗ് ആയ ഹൈപ്പോസ്റ്റോമിലൂടെ വെള്ളം അകത്ത് കയറി വെള്ളം സർക്കുലേറ്റ് ചെയ്ത് സെയിം ഓപ്പണിങ്ങിലൂടെയാണ് എക്സിറ്റും. വെള്ളം അകത്ത് കയറി സർക്കുലേറ്റ് ചെയ്യുന്ന കാവിറ്റീൻ്റെ അകത്തിനാണ് നമ്മൾ വിളിക്കുന്ന ഹൈഡ്രോസീൽ എന്നാണ്. ഈ ഹൈഡ്രോസീലിലൂടെ വെള്ളം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും സറൗണ്ടിങ് സെൽസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും അൺവാണ്ടഡ് വേസ്റ്റും ഈ വെള്ളത്തിലിട്ട് ഈ വെള്ളം വേസ്റ്റ് വാട്ടർ എക്സ്പെൽ ചെയ്യും മൗത്തിൽ കൂടെ തന്നെ, ഹൈപ്പോസ്റ്റോമിൽ കൂടെ തന്നെ. അപ്പോൾ ഇവിടെ ഒറ്റ സിംഗിൾ ഓപ്പണിങ്ങേ കാണുന്നുള്ളൂ അല്ലേ? ദർ ഇസ് നോ പർട്ടിക്കുലർ ആനസ്. മൗത്ത് ആൻഡ് ആനസ് വൺ ആൻഡ് ദ സെയിം ഓപ്പണിങ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആൻഡ് ദ ഹൈഡ്രോസീൽ എന്ന് പറയുന്ന ഈ ക്യാവിറ്റി ആണെങ്കിലോ ഒരു ഓപ്പണിങ്ങിൽ നിന്ന് ഒരു ബാഗ് പോലെ തൂങ്ങിക്കിടക്കുകയാണ് ഈ ക്യാവിറ്റി. അതുകൊണ്ടാണ് നമ്മളൊരു ബ്ലൈൻഡ് സാക്ക് എന്ന് വിളിക്കുന്നത്. ഈ ബോഡി പ്ലാനിനെ എന്താ വിളിക്കുന്നത്? ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. ദ അതർ ടൈപ്പ് ഓഫ് ബോഡി പ്ലാൻ ഇസ് ട്യൂബ് വിതിൻ എ ട്യൂബ് പ്ലാൻ. ഒരു ട്യൂബ് നമ്മുടെ ബോഡി തന്നെ നോക്കാം. ഇതൊരു ട്യൂബാണ് അല്ലേ? ആ ട്യൂബിനകത്ത് നമുക്ക് അലിമെൻ്ററി കനാൽ, മൗത്ത് മുതൽ ആനസ് വരെയുള്ള മറ്റൊരു ട്യൂബ്. അപ്പോൾ ഔട്ടർ ബോഡി ഒരു ട്യൂബാണ്, ഈ ട്യൂബിനകത്ത് മറ്റൊരു ട്യൂബാണ് അലിമെൻ്ററി കനാൽ. അപ്പോൾ ട്യൂബ് വിതിൻ എ ട്യൂബ് പ്ലാൻ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഹയർ ആനിമൽസിനൊക്കെ ബോഡി പ്ലാൻ എങ്ങനെയാണ്? ട്യൂബ് വിതിൻ എ ട്യൂബ് പ്ലാൻ. അപ്പം ബോഡി പ്ലാൻ 3 types: cell aggregate body plan, blind sac body plan, and tube within a tube plan. The next basis of classification is germ layers. ഈ germ layers എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഫെർട്ടിലൈസേഷൻ. സ്പേമും ഓവും ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് പ്രോസസ് വി കോൾ ആസ് ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ the zygote undergoes cell division. No, zygote ഡിവൈഡ് ചെയ്യുന്നില്ലേ? എങ്ങനെയാണ്? ഒരു സെല്ല് 2ആയി, 2 4ആയി, അങ്ങനെ സെൽ ഡിവിഷൻ അല്ലേ? അങ്ങനെ സെൽ ഡിവൈഡ് ചെയ്തിട്ട് എത്ര 4ആയി, 16, 8, 8, 16, അങ്ങനെ 32 സെൽ സ്റ്റേജ് വരെയൊക്കെ ആവുന്നുണ്ട്. ഈ 32 സെൽ സ്റ്റേജ് യു ക്യാൻ സീ ഹിയർ ഓൺ ദ സ്ക്രീൻ. zygote and division of zygote into 2 cell stage, 4 cell, 8 cell, 16 celled and 32 celled stage. After this ഈ 32 സെൽ സ്റ്റേജിലുള്ള സെൽസ് ഒക്കെ ഒരു ഭാഗത്ത് മൂവ് ചെയ്യുകയാണ്. പിന്നീട് അതിനെന്താ മാറ്റം വരുന്ന? ഈ സെൽസ് ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ അല്ലേ? ഔട്ടർ ലെയർ സെൽസ്, ഔട്ടർ ലെയറിൽ വന്നിരിക്കുന്ന എക്ടോഡം, മിഡിൽ ലെയറിൽ കാണുന്നത് മീസോഡം, ഇന്നർ ലെയറിൽ വരുന്ന സെല്ലുലാർ ലൈനിങ്ങിനാണ് എന്ത് വിളിക്കുന്നത്? എൻഡോഡം. ഈ സെല്ലുലാർ ലെയേഴ്സിനെ നമ്മൾ പൊതുവായിട്ട് എന്ത് വിളിക്കും? ജേം ലെയേഴ്സ്. ഹയർ ഓർഗാനിസത്തിൽ ഈ ജേം ലെയേഴ്സ് 3 ലെയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് ഇന്നർ എൻഡോഡം. സച്ച് ആനിമൽസ് ഹാവിംഗ് 3 germ layers in the developmental stage is known as triploblastic animals. Tri means 3. But in sponge there are only 2 cellular layers. Which are they? പിനാക്കോസൈറ്റും കൈനോസൈറ്റ് ലെയറും പഠിച്ചിട്ടില്ലേ? സ്പോഞ്ചിനകത്ത് 2 ലേയേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് അത് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. സോ ബേസ്ഡ് ഓൺ ജേം ലേയേഴ്സ്, animals are classified into 2 types. They are diploblastic animals with 2 germ layers and triploblastic animals with 3 germ layers. Clear? The other feature considered for classification is coelom. You see the spelling? COELOM. Coelom. What is a coelom? ഇത് നിങ്ങൾ പുതിയതായി കേൾക്കുന്ന ഒരു വാക്കായിരിക്കാം. coelom എന്താണ്? The cavity lying between body wall and gut wall. ബോഡി വാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം, എനിക്ക് തോന്നുന്നു നിങ്ങൾ പലപ്പോഴും ഒരു കോഴിയിറച്ചി വാങ്ങാനൊക്കെ കടയിൽ പോയിട്ടുണ്ടാവാം അല്ലേ? അവിടെ കോഴീനെ എടുത്ത് ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് തൊലിയൊക്കെ പോക്കി കട്ട് ചെയ്ത് പീസാക്കുന്നതിന് മുൻപ് ആദ്യം കഴുത്ത് കൊത്തി പിന്നെ അതിനെ വലിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? നമ്മളെ ബോഡിയിൽ നിന്ന് എടുത്ത് അതിനെ അല്ലേ, മാംസം എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഗട്ടിൽ നിന്നെടുത്ത് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ എടുത്ത് പുറത്ത് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അകത്ത് എന്താ നിങ്ങൾ കാണുന്നത്? ഒരു കാവിറ്റിയാണ്.
അതിനെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ കാണുന്നത്? നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു ക്യാവിറ്റിയാണ് അകത്ത്. ഈ ക്യാവിറ്റിക്ക് അകത്താണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാങ് ചെയ്യുന്നത്, അല്ലേ? സോ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ ഗട്ട് വാൾ എന്ന് വിളിക്കും. ഗട്ട് എന്ന് വിളിക്കാം. ഈ ബോഡി വാളിനെ നമ്മളിപ്പോൾ ബോഡി വാൾ എന്ന് പറഞ്ഞ്, ആ ബോഡി വാളും ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഗട്ട് വാളിൻ്റെയും ഇടയിലുള്ള ഈ ക്യാവിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സീലോം. മനസ്സിലായോ നിങ്ങൾക്ക്? സീലോം ഈസ് എ ക്യാവിറ്റി വിച്ച് ലൈസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ചില ആനിമൽസിന് സീലോം ഇല്ല, അങ്ങനെ ഒരു ക്യാവിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റ് വർം, പ്ലനേരിയ അത്രയും ഫ്ലാറ്റാണ്, ഒരു ഇല പോലെ ഫ്ലാറ്റാണ്. അതിനകത്ത് ബോഡി ക്യാവിറ്റി ഉണ്ടാവുമോ? ഇല്ല. അത്തരം ആനിമൽസിനെ അസീലോമേറ്റ്. ആനിമൽസ് വിത്ത് നോ സീലോം ആർ അസീലോമേറ്റ്സ്. എക്സാമ്പിൾ പ്ലനേരിയ. Some animals have cavity but there are some pouches. ചില പൗച്ച് വന്നിരിക്കുന്ന പോലെ. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ മതി. ബോഡി വാൾ ഔട്ടർ ലെയർ ആണ്, ഗട്ട് വാൾ ഉള്ളിലുള്ള ലെയർ. അപ്പോൾ മിഡിൽ കാണുന്ന ക്യാവിറ്റിക്കകത്ത് കുറച്ച് പൗച്ച് പോലെ വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ പൗച്ചസ് ഉള്ളത് കൊണ്ട് കറക്റ്റ് സീലോം അവിടെ വരുന്നുണ്ടോ? ക്യാവിറ്റി ഫുള്ളി ആണോ? നോ, ഇൻകംപ്ലീറ്റ് ആണ്. സച്ച് ആനിമൽസ് ഓർ സച്ച് സീലോം ഈസ് നോൺ ആസ് സ്യൂഡോസീലോം. സ്യൂഡോപോഡിയ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സ്യൂഡോന്റെ അർത്ഥം എന്താ? ഫാൾസ് സീലോം. ഇറ്റ് ഈസ് സീൻ ഇൻ എർത്തോം, അസ്കൽമിന്തസ് എന്ന് പറയും. ക്ലാസിഫിക്കേഷനിൽ അത് കൂടുതൽ പഠിക്കും. എർത്തോമിൽ സീലോം ഇങ്ങനെ ഫാൾസ് സീലോമാണ്. സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് അത്തരം ജീവികളെ വിളിക്കുക. ആൻഡ് ദ ആനിമൽസ് വിച്ച് ട്രൂ സീലോം, ശരിയായ സീലോം. ഞാനിപ്പോൾ കോഴിയിറച്ചി ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഷോപ്പിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായ അനുഭവം പറഞ്ഞു തന്നു, അല്ലേ? ഈവൻ നമ്മുടെ ബോഡി തന്നെ നമ്മൾ ഓർത്ത് നോക്കൂ. ഇതൊരു ബോഡി വാളാണ്. ഇതിനകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാങ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിലൊരു ക്യാവിറ്റി അല്ലേ? നിങ്ങൾ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാവിറ്റി. അപ്പോൾ ഈ ക്യാവിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്ന സീലോം. ആനിമൽസ് വിത്ത് ട്രൂ സീലോം ആർ കോൾഡ് സീലോമേറ്റ്സ്. സീലോം ഇല്ലാത്തവർ അസീലോമേറ്റ്സ്. ഫാൾസ് സീലോമുള്ള പൗച്ചസ് ഒക്കെ സീലോമിനകത്തുള്ള അസ്കൽമിന്തസ് ആയ എർത്തോം ഒക്കെ എന്താണ്? സ്യൂഡോസീലോമേറ്റ്സ്. ഹയർ ആനിമൽസ് ഇൻക്ലൂഡിങ് മാൻ നമ്മളെന്താണ്? സീലോമേറ്റ്സ് ആണ്. അപ്പോൾ സീലോമിൻ്റെ ബേസിസിലും ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. അത് അനദർ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് മെറ്റാമറൈസേഷൻ ഓർ സെഗ്മെന്റേഷൻ. എർത്തോമിൻ്റെ ബോഡി നിങ്ങൾ ചിത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരിട്ട് നോക്കുമ്പോൾ അത്ര ക്ലിയർ ആവില്ല, അല്ലെ? ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ there are small segments upon the body. That process of segmentation is known as metamerization. ഇങ്ങനെ ബോഡിക്ക് സെഗ്മെന്റേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് മെറ്റാമറൈസേഷൻ എന്ന് വിളിക്കുക. ഓരോ സെഗ്മെന്റിനെയും മെറ്റാമിയർ എന്നാണ് വിളിക്കുക. വാട്ട് ഈസ് മെറ്റാമറൈസേഷൻ? ദ പ്രോസസ് ഓഫ് സെഗ്മെന്റേഷൻ ഓഫ് ദ ബോഡി. ബോഡിക്ക് സെഗ്മെന്റ്സ് കാണാം, ഇതിനാണ് മെറ്റാമറൈസേഷൻ എന്ന് പറയുക. ഓരോ സെഗ്മെന്റിനെയും നമ്മൾ എന്ത് വിളിക്കും? മെറ്റാമിയർ. അപ്പോൾ മെറ്റാമറൈസേഷൻ്റെ അടിസ്ഥാനത്തിലും ആനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതും ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ദ ലാസ്റ്റ് basis of classification is a notochord. What is a notochord? It is a rod-shaped, mesodermally derived structure which is located on the dorsal side of the body during the developmental stage. ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ബോഡിയുടെ ഡോർസൽ സൈഡിൽ കാണുന്ന ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചറിനാണ് എന്ത് പറയുക? നോട്ടോകോഡ്. നോട്ടോകോഡ് ഉള്ളവരെ കോഡേറ്റ് ആയിട്ടും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോർഡേറ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഈ ആനിമൽ കിങ്ഡം എന്ന പാഠഭാഗത്തിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് കണ്ടതെന്ന്. ആനിമൽസിനെ അക്വാട്ടിക് ആനിമൽസ് ആയിട്ടും ടെറസ്ട്രിയൽ ആനിമൽസ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അക്വാട്ടിക് ആനിമൽസ് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ടെറസ്ട്രിയൽ ആനിമൽസും പലതരത്തിലും കണ്ടു. പിന്നെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. ദെൻ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എത്ര തരമുണ്ടെന്ന്, പിന്നെ സിമെട്രി എങ്ങനെയാണ്, ബോഡി സിമെട്രി 3 തരം കണ്ടു. ദെൻ ബോഡി പ്ലാൻ കണ്ടു, സീലോം, സെഗ്മെൻറ്റേഷൻ, ദെൻ ജേം ലെയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ ഡിപ്ലോബ്ലാസ്റ്റിക് ട്രിപ്ലോബ്ലാസ്റ്റിക് ആക്കി. പിന്നെ നോട്ടോകോഡിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ജീവജാലങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആനിമൽ കിങ്ഡം ഒരു ലാർജസ്റ്റ്
കിങ്ഡമാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു നമ്മൾ. അതിൽ 5 കിങ്ഡം, among the 5 kingdoms, the 5th kingdom, that is kingdom Animalia, is the largest kingdom. ഏറ്റവും വലിയ കിങ്ഡമാണ്. ഇതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരുപാട്, ഇപ്പം നമ്മൾ ഒരു കുറച്ച് ഭാഗം മാത്രമേ ബേസിസ് എടുത്തുള്ളൂ. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വളരെ കുറച്ച് ഭാഗമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങളുടെ ഈ ഹയർ സെക്കൻഡറിയിൽ ഇത്ര മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വെൻ യു ഗോ ഹയർ ക്ലാസ്സസ് ടേക്കിംഗ് സുവോളജി ആസ് മെയിൻ സബ്ജക്ട്, യു വിൽ ലേൺ മോർ ആൻഡ് മോർ. ഒരുപാട് നമ്മൾ കാണാനുണ്ട്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ ഹയർ സ്റ്റഡീസിന് പോയാൽ കാണാൻ പറ്റും. ബോട്ടണിയിലാണെങ്കിൽ പ്ലാന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി നമ്മുടെ ആനിമൽസിൻ്റെ ബിഹേവിയറൽ പാറ്റേണിൽ പറയാനുള്ളത്, ബിഹേവിയറൽ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ആനിമൽസിൽ കാണുന്ന ഒരു 3-4 പ്രത്യേകതകൾ കൂടി ഞാനിവിടെ നോട്ട് ചെയ്യട്ടെ ഈ ക്ലാസ്സിൽ തന്നെ. വൺ ഇസ് മിമിക്രി. മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ പ്രകടിപ്പിക്കുന്ന മിമിക്രി ആവും ഓർമ്മ വരും അല്ലേ, ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ. ഇത് അങ്ങനെയല്ല. കെലോട്ടിസ് കണ്ടിട്ടുണ്ടോ? കെലോട്ടിസ് ഓർ കെമലിയോൺ. ഓന്ത്, കെമലിയോൺ എന്ന് പറയുന്ന വൈൽഡ് റെപ്റ്റൈലാണ് അത് അല്ലേ. കെമലിയോൺ എന്ന് പറയുന്നത് മരത്തിൽ കാണുന്ന, നമ്മൾ വൈൽഡ് കാണുന്ന കെമലിയോൺ ആണ്. റെപ്റ്റൈൽ സാധാരണ കെലോട്ടിസ് നമ്മൾ ഇവിടെ കാണുന്ന പച്ച നിറത്തിലൊക്കെ കാണുന്ന ഓന്തില്ലേ, ഓന്ത് നിറം മാറുന്നത് പോലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ആ പ്രോസസ്സിനാണ് മിമിക്രി എന്ന് പറയുക. എന്തിനാണ് ഇവർ മിമിക്രി എക്സിബിറ്റ് ചെയ്യുന്നത്? അതൊരു തരം ബിഹേവിയറൽ പാറ്റേൺ ആണ്. ചിലപ്പോൾ ഓന്ത് ഉണങ്ങിയ മരക്കൊമ്പിൻ്റെ മേലെ ഇരിക്കുന്നതെങ്കിൽ അത് സംഭവം ഡ്രൈ ആയിട്ടുള്ള കളറാവും. ഗ്രീനറിൻ്റെ മേലെയാണെങ്കിലോ ഒരു ഗ്രീൻ കളറാവും അല്ലേ. ടു എസ്കേപ്പ് ഫ്രം എനിമീസ് ഓർ ടു ക്യാച്ച് ദ പ്രേ. 2 ലക്ഷ്യമാണ്. ഒന്നുകിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനോ അല്ലെങ്കിൽ അതിന് ഇരപിടിക്കാനോ സമയത്താണ് നിറം മാറുന്നത്. അതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. മറ്റൊരു ബിഹേവിയറൽ പാറ്റേൺ നമ്മൾ പല്ലിയിൽ കാണുന്നുണ്ട്, ഓട്ടോട്ടോമി. ഓട്ടോട്ടോമി നമ്മളതിന് പറയുന്നത് ഓട്ടോട്ടോമി എന്നാണ്. പല്ലി വാല് മുറിച്ചിരുന്ന് കണ്ടിട്ടുണ്ടോ? ശത്രുവിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിരിക്കും അല്ലേ. ടു എസ്കേപ്പ് ഫ്രം എനിമി. ദാറ്റ് പ്രോസസ് ഓഫ് ഷെഡിങ് ഓഫ് ടെയിൽ ഇസ് നോൺ ആസ് ഓട്ടോട്ടോമി. അതിനെ വിളിക്കുന്ന ഓട്ടോട്ടോമി. സം ആനിമൽസ് എക്സിബിറ്റ് ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ. അപ്പം എന്താ ഈ ഹൈബർനേഷൻ, എന്താണ് ഈസ്റ്റിവേഷൻ? സി ദ സ്പെല്ലിംഗ് ഓൺ ബോർഡ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഹൈബർനേഷൻ എന്താണത്? ചില തവളകളൊക്കെ ഉണ്ട്. തവളയൊക്കെ ഈ വിൻ്റർ വരുമ്പോൾ, ഒരുപാട് തണുപ്പ് വരുമ്പോൾ ഈ തവള പോലത്തെ ആംഫിബിയൻസിനൊന്നും ടോളറേറ്റ്, എക്സ്ട്രീം കോൾഡും എക്സ്ട്രീം ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ സമയത്ത് എക്സ്ട്രീം കോൾഡ് വരുമ്പോൾ അവർ ഈ ഇലയുടെ അടിയിൽ, മണ്ണിൻ്റെ അടിയിലുള്ള ഇലയുടെ അടിയിൽ അല്ലെ വേരിൻ്റെ അടിയിലൊക്കെ പോയി ഒളിഞ്ഞിരിക്കും ഫോർ എ പീരീഡ് ഓഫ് 6 months. ഏകദേശം 4 മുതൽ 6 മാസക്കാലത്തോളം ഒളിഞ്ഞിരിക്കും. ഈ സമയത്ത് അവർ ഭക്ഷണം കഴിക്കില്ലേ? ഒരു സംശയം ഉണ്ടാവും. ദേ വിൽ സ്റ്റോർ ഫാറ്റ് ഇൻസൈഡ് ദ ബോഡി. അതിനും സംവിധാനം ഉണ്ടാവും. ആൻഡ് ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഓർ എസ്കേപ്പിംഗ് ദ വിൻ്റർ സീസൺ ഓർ getting escaped from this winter season is known as hibernation, and the process of hiding from extreme hot or summer is known as estivation. Hibernation, estivation, all these are different behavioral patterns you see in animals. Behavioral patterns എന്തൊക്കെ നമ്മൾ പഠിച്ചത്? മിമിക്രി, ഓട്ടോട്ടോമി, ഹൈബർനേഷൻ, ഈസ്റ്റിവേഷൻ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഗോ ത്രൂ ദിസ് വീഡിയോ.